വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോ എന്നാ ചെയ്യാനാ പ്ലാൻ? എന്നെ കട്ടലിനെ കൊണ്ട് കിടത്തണ. ഓക്കെ, ഇപ്പുറത്ത് എപ്പുറത്ത് പോവും. അച്ഛനെ മക്കളോട് പിന്നെ പറഞ്ഞു തരാവേ. ഇതാരോടും പറയല്ലേ. പറയൂ. സൈഫാ, കൊച്ചു പറയൂല. കയ്യിൽ വിട്ട് എനിക്ക് കേശു എന്താടാ എന്ത് കോലവാ സുദ്ധി പോത്? എന്താ പറ്റിയേ? പട്ടി. എന്റെ പൊന്നിയേച്ചി ഒരു പട്ടിയാണ് അളിയനെ ഈ അവസ്ഥയിലാക്കിയത്. പട്ടിയാ? ഓ, ഏത് പട്ടിയാടാ എന്നെ കെട്ടിയോടി ഇതേപോലെ പിച്ചക്കാരുടെ രൂപത്തിലാക്കിയത്? അളിയൻ മതിലാടിയതാ. അതല്ല, ഞാൻ മതില് ചാടിയിട്ടില്ല. മതില് ചാടാതെ ഞാൻ ഗേറ്റിനകത്തൂടെ കേറി. ആ സമയത്ത് ഈ ഗേറ്റ് അടച്ചിട്ട് പോയി. അതുകൊണ്ട് എനിക്ക് ഇത്രയും പറ്റിയത്. ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായി. ഈ തെണ്ടി ഏതോ ഗേറ്റ് വലിച്ചടിച്ച് അത് ഇവന്റെ മുഖത്തടിച്ചുകൊണ്ട് അങ്ങനെ ഇവൻ നിലത്ത് വീണ്. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു? ഗേറ്റ് അടച്ചപ്പോ ഉണ്ടായതല്ലെന്ന്. സത്യം പറഞ്ഞ ഞാൻ പൂ പറിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ കയറിയതാ. ഇവൻ മതിലാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മതിൽ ചാടണ്ടാറ്. എന്നിട്ട് ഞാൻ ഗേറ്റ് വഴി തുറന്ന് അകത്ത് കയറി. അകത്ത് കയറിപ്പോണ്ടല്ലോ, അകത്ത് കയറിയപ്പോ ഒരു പന്ന പരട്ട പട്ടി അളിയനെ ചന്നം പിന്നെ വലിച്ചു കീറി കടിച്ചു കീറി ഈ അവസ്ഥയിലാക്കി. അയ്യോ അമ്മ, ആ സമയത്തുണ്ടല്ലോ ഈ തെണ്ടി ഗേറ്റ് അടച്ചിട്ട് ഒറ്റ പോക്ക് പോയി അമ്മ രക്ഷിക്കാണ്ട്. ഞാൻ ഗേറ്റ് അടയ്ക്കാൻ കാരണം, ഗേറ്റ് അടച്ചില്ലെങ്കിൽ ആ പട്ടി ആ ഗേറ്റ് താണ്ടി വന്ന് എന്നെ കടിച്ചേനെ. ഓക്കെ, അല്ലാതെ പട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? പട്ടയെടുത്ത് കറക്കി അപ്പുറത്തെ പറമ്പ് കിട്ടു. അപ്പുറത്തേല നീ കണ്ടില്ലായിരുന്നു? ചുമ്മാ ഒരു അന്ന് അവിടുന്ന് വിളിച്ചോണ്ട് ഓടുന്നുണ്ടായിരുന്നു. അയ്യോ പട്ടി എന്ന് പറഞ്ഞോണ്ട്. ദൈവമേ, ഇനി അങ്ങനെ എന്നാണോ നമ്മുടെ വീട്ടിൽ വരാൻ പോണത്? എന്നിട്ട് കൈയൊക്കെ കാലും ഒക്കെ മുറിഞ്ഞിരിക്കുന്നു. എന്റെ പൊന്ന് സീതാമ്മോ, അമ്മ കേൾക്കണം. ഞാൻ പച്ച മലയാളത്തിൽ അളിയന്റെ അടുത്ത് പറഞ്ഞതാ, ഒറ്റ ചാടത്തിന് ഞാൻ മതിലാടിയിട്ട് ഒറ്റ ചാടത്തിന് പൂ പറിച്ച് ഒറ്റ ചാടത്തിന് തിരിച്ചു ചാടാന്ന്. പറ്റൂല. എന്തോളെ പറഞ്ഞു? കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളുമില്ല, പൊളിവചനം. മാവേലിക്ക് വേണ്ടി പൂക്കളം ഇടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സത്യസന്ധനായിരിക്കണം, കള്ളത്തരം കാണിക്കാൻ പാടില്ല. അങ്ങനെ പോയതാ കടിയും മേടിച്ചോണ്ടിരിക്കണത്. ഹോസ്പിറ്റലിൽ പോയാന്നോ? ഹോസ്പിറ്റലിൽ പോയി ടീറ്റി എടുത്തു. പട്ടി അടിച്ചിട്ട് ഇഞ്ചക്ഷൻ എടുത്തില്ലേ? അതിനും എടുത്ത് 10-12 എണ്ണം കൂടെ എല്ലാം കൂടെ ആർക്കറിയാം. ഇഞ്ചക്ഷനിലൊന്നും തീരത്തില്ല. എത്ര ഇഞ്ചക്ഷൻ എടുക്കണം അറിയാമോ? ഒരാഴ്ച പോണോന്നു. ഉറപ്പല്ലേ? പട്ടി കിടന്ന പട്ടിക്ക് ബൊഫ കിട്ടിയാതെ വിടൂ. ഓണത്തിന് എങ്ങനെ പുറത്തിറങ്ങും? എന്തൊക്കെ പറഞ്ഞാലും ആ പട്ടീനെ ഒന്ന് നിരീക്ഷിക്കണം. ഇഞ്ചക്ഷൻ എടുത്തിട്ടൊന്നും കാര്യമില്ല. എന്തെങ്കിലും പ്രശ്നമുള്ള പട്ടിയായിരിക്കുമെങ്കിലോ? അളയാ, പിന്നെ ഒന്നും ഉണ്ടായിട്ടല്ല, ചുമ്മാ ഒരു കരുതൽ. മുൻകരുതൽ നല്ലതാണല്ലോ. ഈ ഓണത്തിന് നാരങ്ങ അച്ചാർ കൂട്ടാൻ നിൽക്കണ്ട. ഒരു വർഷത്തേക്ക്. അപ്പൊ അടുത്ത ഓണത്തിന് ഇനി പിടിക്കാം. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് ഈ വീട്ടിലുള്ള എല്ലാവരും പൂക്കളോടാനായിട്ട് കടയിൽ പോയി പൂന്ന് വാങ്ങിട്ട് വന്നാ മതി. അല്ലാണ്ട് കഥയിലൊക്കെ കേൾക്കണ പോലെ വെളുപ്പം കാലത്ത് 5 മണിക്ക് വെല്ലവന്റെ മതിലോട്ട് ചാടിക്കടന്ന് പൂ കട്ട് പറിക്കുന്ന സന്ദർഭത്തിൽ നോക്കാൻ പോയാലേ ഇതേപോലെ തിരിച്ചേരേണ്ടി വരും. ശിവ, അഞ്ചിന് വർത്താനം നീ പറയണേ. പാവം പിടിച്ചാളിയായി പട്ടിയോടെ കൊണ്ടുകൂടെ നിൽക്കുമ്പോ എന്ത് വർത്താനം നീ പറയണേ? പിന്നെ അളിയല്ല, അളിയന്റെ ആഗ്രഹത്തിന്റെ പുറകെ പോയിട്ടാണല്ലോ ഈ കടി കൊണ്ടിട്ട് ഇവിടെ നിൽക്കണേ. ആണാ? അളിയന്റെ ആഗ്രഹം എന്തായിരുന്നു? നമ്മള് പോയി പറിച്ച പൂ കൊണ്ട് പൂക്കളം ഇടണം എന്നല്ലേ? അളയാ, അളിയൻ ധൈര്യമായിട്ടല്ലേ? അളിയൻ ഈ കേശു വാക്ക് വരികയാണ്. ഇന്നു മുതല് തിരുവോണം വരെ
നമ്മൾ പോയി പറിച്ച പൂ കൊണ്ടേ ഈ വീട്ടിൽ പൂക്കളോടെ ഉള്ളൂ. നല്ലൊരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആ അമ്പലത്തിന്റെ സൈഡിലെ നിറച്ചും പൂവാണ്. പച്ച, മഞ്ഞ, നീല, ചുവപ്പ് എല്ലാ കളറും ഉണ്ട്. ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ചു പോയാലാ. അളിയനെ സേഫ് ആയിട്ട് ഞാൻ കൊണ്ടുപോയി സേഫ് ആയിട്ട് തിരിച്ച് ഞാൻ കൊണ്ടുവരും. എന്റെ ഉത്തരവാദിത്വം.